കുടുംബം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ആർമി ഇറങ്ങണം, ഇക്കാര്യത്തിൽ ഒരു വേഗത്തിൽ ഉള്ള രക്ഷാപ്രവർത്തനം അതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ എപ്പോഴാണ് ഓരോ കേന്ദ്ര ഏജൻസികളുടെയും അല്ലെങ്കിൽ സൈനിക വിഭാഗങ്ങളുടെയും ഒക്കെ സഹായം ഈ രക്ഷാപ്രവർത്തനത്തെ കാര്യമായി എടുത്തുകൊണ്ട് സംസ്ഥാനം സ്വീകരിച്ചത് എന്നത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അലംഭാവം എന്നുള്ളത് ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇതിലെ ഒരു മെല്ലപ്പോക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും തോന്നിപ്പോകും. ഇതിൽ ഒരു രാഷ്ട്രീയവുമല്ല, അവിടെ ഒരു അനാസ്ഥയും മെല്ലെപ്പോക്കും ഉണ്ടാകുന്നുണ്ട്. അത് കാലാവസ്ഥയെ പഴിച്ചുകൊണ്ട് മാറി നിൽക്കേണ്ട ഒന്നല്ല. മനുഷ്യരുടെ ജീവൻ അവിടെ നഷ്ടപ്പെടുന്നതിന് മുൻപ് അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഏത് രക്ഷാദൗത്യത്തിൻ്റെയും ആദ്യത്തെ ഉദ്ദേശ്യമെന്ന് പറയുന്നത്. ആ ഉദ്ദേശ്യം നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ, മൃതദേഹം കണ്ടെത്താനായി ഉള്ള ഒരു വിഭാഗമായിട്ടാണ് നിങ്ങൾ മാറേണ്ടതെന്നുണ്ടെങ്കിൽ പുഴയിലെ തെരച്ചിലിൽ അല്ലെങ്കിൽ പുഴയിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ ഞങ്ങൾ കരയ്ക്കടുപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഊറ്റം കൊള്ളാം. പക്ഷേ ഇവിടെ മണ്ണിനടിയിൽ ഒരു മനുഷ്യനുണ്ട്, ജീവൻ കയ്യിൽ പിടിച്ച് പൊരുതുകയാണ് ആ മനുഷ്യൻ എന്നതുകൂടി ഓർക്കണം. മറ്റൊരിടത്തു നിന്നും ആ ലോറിയുടെ ഒരു ഭാഗമോ ആ ലോറിയിലുണ്ടായിരുന്ന 300 തടിക്കഷ്ണങ്ങളിൽ ഒരെണ്ണമെങ്കിലോ കണ്ടെത്തിയിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന വാദങ്ങളൊക്കെ സമ്മതിക്കാമായിരുന്നു. അവിടെ എവിടെയോ പുഴയിൽ പെട്ടിട്ടുണ്ടാകാം എന്ന് കരുതാമായിരുന്നു. പക്ഷേ ഇപ്പോൾ നേവി നടത്തിയ പരിശോധനയിൽ പുഴയുടെ അടിത്തട്ട് വരെ തെരഞ്ഞു, അവിടെയൊന്നും അർജുനില്ല. അർജുന്റെ ലോറിയിലുണ്ടായിരുന്ന 300 തടിക്കഷ്ണങ്ങളിൽ ഒരെണ്ണം പോലും ഈ നിമിഷം വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം ആ ലോറി ആ മണ്ണിനടിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയ്ക്കാണ് കൂടുതൽ ആക്കം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലും അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ അവരുടെ പ്രയോറിറ്റി എന്താണ്, അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിൽ എന്തിനാണ് എന്ന ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുകയാണ്. AK അഭിലാഷ് ശിരൂരിൽ നിന്ന് തത്സമയം ഈ രക്ഷാപ്രവർത്തനം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അഭിലാഷ് നമ്മളെപ്പോലും വൈകിയാണ് അവിടേക്ക് കടത്തിവിട്ടത്. ഇവിടെ ഇപ്പോൾ റഡാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന, അത് പേരിനൊരു പരിശോധനയെ അവിടെ അവസാനിക്കുകയാണോ അഭിലാഷ്? വരുന്നത് റഡാർ പരിശോധനയിൽ ഈ വാഹനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അത്യന്തം ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് നദിയിൽ ഈ നേവി സംഘം നടത്തിയ പരിശോധനയിൽ വാഹനം ഒലിച്ചുപോയതായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു നദിയിലേക്ക് വാഹനം ഒഴുകി പോയിട്ടില്ല എന്നുള്ള കാര്യം. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മണ്ണ് നീക്കിക്കൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കൂടുതൽ സജീവമാവുകയും ചെയ്തത്. ആ പരിശോധനയിൽ ഇന്ന് കൂടുതൽ ഉപകരണങ്ങളൊക്കെ എത്തിച്ച് മെറ്റൽ ഡിറ്റക്ടറും അതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഗ്രൗണ്ട് പെനിട്രേറ്റർ റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലൊന്നും ഈ വാഹനാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ് ഗൗരവമുള്ള വിഷയം. കാരണം ഇപ്പോൾ ഏതാണ്ട് ഒരു 4 മീറ്ററോളം ഉയരത്തിൽ മാത്രമാണ് മണ്ണുള്ളത്. നേരത്തെ GPS സിഗ്നൽ കിട്ടിയ സ്ഥലത്തിന് സമീപത്തായി ഏതാണ്ട് 30 മീറ്ററോളം ചുറ്റളവിൽ ഇപ്പോൾ പരിശോധന നടത്തിയിട്ടുണ്ട്. ആ പരിശോധനയിലൊന്നും ഇത്തരത്തിൽ മെറ്റലിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ NIT ഉദ്യോഗസ്ഥർ തന്നെ, NIT വിദഗ്ധർ തന്നെ നമ്മളോട് പറയുകയും ചെയ്തത്. അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം 4 മീറ്ററോളം ആഴത്തിൽ മാത്രം പരിശോധന നടത്താൻ കഴിയുന്ന ഒരു റഡാർ സംവിധാനമാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ അത് ഇവിടുത്തെ മണ്ണിൽ അത് അനുയോജ്യമാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്നാൽ പോലും 2 മീറ്ററോളം ആഴത്തിൽ മാത്രം ഇത്തരത്തിൽ മെറ്റലിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും, ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയും എന്നതാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പരിശോധനയിലൊന്നും ഈ ലോഹത്തിന്റെ സാന്നിധ്യം ഒരു ഇടത്തും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നു. അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഈ GPS സിഗ്നൽ കിട്ടിയിരുന്ന അവസാന സമയത്ത് ലഭിച്ചിരിക്കുന്ന സിഗ്നൽ പ്രകാരം അത് ഒരു പക്ഷേ ഈ മണ്ണിനടിയിലായിരിക്കാം, അല്ലെങ്കിൽ ഈ പുഴയ്ക്ക് സമീപത്തായിരിക്കാം എന്നുള്ള കാര്യം കൂടിയാണ് അവർ പറയുന്നത്. അവർ അത്തരമൊരു ആശങ്ക കൂടി അല്ലെങ്കിൽ അത്തരമൊരു കാര്യം കൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പുഴയിലേക്ക് ഈ വാഹനം തെന്നിപ്പോകാനുള്ള സാധ്യത കൂടിയാണ് പറയുന്നത്. മറ്റൊരു സാധ്യതയുള്ളത് ഈ വാഹനത്തിന്റെ മുകളിലേക്ക് വലിയ ഉരുളൻ കല്ലുകൾ വീഴുകയും ഈ വാഹനം താഴോട്ട് പതിഞ്ഞു പോകാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. കാരണം അത്രയും വലിയ കല്ലുകളാണ് അവിടെ കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ കല്ലുകൾ ഈ വാഹനത്തിന്റെ മുകളിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ ആ വാഹനം താഴ്ന്ന് ഇടിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ പതിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ വാഹനം താഴെ തട്ടിലായിരിക്കും കിടക്കുന്നത്, ഏതാണ്ട് 1-2 മീറ്റർ ആഴത്തിൽ മാത്രമായിരിക്കും കിടക്കുന്നത്. അങ്ങനെയുള്ള വാഹനത്തെ കണ്ടെത്താൻ ഇനിയും മണ്ണ് നീക്കം ചെയ്ത് ഏതാണ്ട് 4-5 മീറ്ററോളം മണ്ണുള്ളത്, അത് ഇനിയും 1-2 മീറ്റർ കൂടി മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഈ റഡാറിൽ അതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ നടത്തിയ പരിശോധനയിൽ ഈ വാഹനമോ വാഹനത്തിലുണ്ടായിരുന്ന തടിക്കഷ്ണങ്ങളോ ഒന്നും കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്.